ചെമ്പനിപ്പൂ സീരിയലിന്റെ നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ശ്രീകാന്തും വർഷയും തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അത് തന്റെ അടുത്ത് പറയണമായിരുന്നു, താൻ അത് സംസാരിച്ച് ശരിയാക്കുമായിരുന്നു എന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേൾക്കുമ്പോഴാണ് നിങ്ങളാരെ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഹൈക്കോടതിയിൽ ജഡ്ജാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ തന്നെ ചന്ദ്ര ആകെ ഇല്ലാതാവുന്നുണ്ട്. എന്നാൽ ഇത് കേട്ട സച്ചിക്കാണെങ്കിൽ ചിരി നിർത്താൻ വേണ്ടി പറ്റുന്നില്ല. തുടർന്ന് വർഷ, ആന്റി, ഞാനും അതുപോലെ തന്നെ ശ്രീകാന്തും തമ്മിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഫീവറായ സമയത്ത് അവൻ എന്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, എന്നാൽ അവൻ എന്നെ വിട്ടിട്ട് പോയി. അതിന് പകരം അവൻ എന്നെ തേടി വരട്ടെ എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് കരുതിയിട്ട് വർഷേ, എന്ത് പ്രശ്നം വേണമെങ്കിലും ആയിക്കോട്ടെ, അത് നിങ്ങളുടെ റൂമിനുള്ളിൽ തന്നെ ഒതുങ്ങണം. ഇപ്പൊ തന്നെ ഞാനും അതുപോലെ തന്നെ സുധിയും തമ്മിൽ ചെറിയ ചെറിയ ആർഗ്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ സമയത്ത് ഞാൻ എന്താ പിണങ്ങിയിട്ട് എന്റെ അമ്മയുടെ വീട്ടിലേക്കാണോ പോവാറെന്ന് ചോദിക്കുകയാണേ. ഇത് കേട്ട ഉടനെ സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല പൗഡർ എടുത്തി, നിന്റെ വീട് മലേഷ്യയിലല്ലേ, പിന്നെ ഇപ്പൊ നിന്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ജയിലിലോ, പിന്നെ എങ്ങനെയാണ് നീ പിണങ്ങിയിട്ട് നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും ജയിലിലേക്കല്ലേ പോകേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണേ. അച്ഛനെ കുറിച്ചിട്ട് അനാവശ്യം പറയരുതെന്നുള്ള കാര്യം അങ്കിളെ സച്ചിയുടെ അടുത്ത് പറഞ്ഞേക്കേ എന്നുള്ള കാര്യം ദേഷ്യത്തോട് കൂടിയിട്ട് ശ്രുതി പറയുന്നുണ്ട് കേട്ടോ. സച്ചി, നീ ഒന്നും മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ വായ അടപ്പിക്കുകയാണ് രവി. തുടർന്ന് വർഷ എന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് രവി പറയുന്നുണ്ട്, വർഷേ, നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്നുള്ള കാര്യമൊന്നും ഞാൻ ചോദിക്കുന്നില്ല, അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ നീ ഇവിടുന്ന് അടി ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് പോയി എന്നുള്ള കാര്യം നിന്റെ വീട്ടുകാരെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങളെ കുറിച്ചിട്ട് തെറ്റായിട്ടില്ല വിചാരിക്കുക. അത് മാത്രമല്ല, നിന്റെ അമ്മയ്ക്ക് ഞാനൊരു വാക്കും കൊടുത്തിട്ടുണ്ട്, നീ ഇവിടെ സന്തോഷവതി ആയിരിക്കും എന്നുള്ള കാര്യം. അയ്യോ അങ്കിൾ, ഞാനതിനെ വീട്ടിൽ ചെന്നിട്ട് കംപ്ലൈന്റ് ഒന്നും ചെയ്തിട്ടില്ല, എന്തിന് ഇവിടെ പ്രശ്നം നടന്നിട്ടാണ് അങ്ങോട്ട് ചെന്നതെന്നുള്ള കാര്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ എന്റെ വീട്ടുകാരെ വിട്ടുകൊടുത്ത് സംസാരിക്കുമെന്ന് ചോദിക്കുകയാണേ. വർഷയുടെ ആ വാക്കൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും ശ്രീകാന്തിനും അതുപോലെ സച്ചിക്കും രേവതിക്കും രവിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. പക്ഷെ അപ്പോഴും ചന്ദ്ര അടങ്ങുന്നില്ല കേട്ടോ. ഇവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ഇത് നിന്റെ വീടാണെന്നുള്ള കാര്യം നിനക്ക് അറിയില്ലായിരുന്നോ എന്നാണ് ചന്ദ്രയുടെ ചോദ്യം. ഇപ്പൊ പിന്നെ നിനക്ക് വരാൻ വേണ്ടി തോന്നിയത് എന്തുകൊണ്ടാണ്? അത് വേറൊന്നുമല്ല ആന്റി, ശ്രീകാന്ത് വന്ന് കരയാൻ വേണ്ടി തുടങ്ങി. ഏയ്, ഞാൻ വന്ന് കരഞ്ഞിട്ടൊന്നുമില്ല, സോറി അല്ലേ പറഞ്ഞോളൂ എന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോ, അങ്ങനെ വെറും സോറി അല്ല ആന്റി, ഇത് കണ്ടോ, ഇതെന്താണ്, ഇത് പുതിയതുപോലെ ഉണ്ടല്ലോ, നിന്റെ അമ്മ മേടിച്ചതെന്നാണോന്ന് ചോദിക്കുമ്പോ, അല്ല ആന്റി ഇത് ശ്രീകാന്ത് മേടിച്ചു തന്നിട്ട് എന്നെ കൺവിൻസ് ചെയ്തതാണ്. ഓ, ഇത് ഡയമണ്ട് ആണോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര ശ്രീകാന്തിനെ ഒരു നോട്ടം നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സച്ചിയാണെന്നുണ്ടെങ്കിൽ, നീ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? മറ്റൊന്നുമല്ല, പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് ഡയമണ്ട് റിംഗ് മേടിച്ചു കൊടുത്തല്ലോ. സച്ചിയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഹൽവയും അതുപോലെ മുല്ലപ്പൂവൊക്കെ കൊടുത്തിട്ടാണല്ലോ രേവതിയുടെ പിണക്കം മാറ്റുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറും. നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്നതാണൊക്കെ സച്ചി ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കേട്ട രേവതിയാണെങ്കിൽ സച്ചിയേട്ടൻ പേടിക്കൊന്നും വേണ്ട, ഞാൻ ഒരിക്കലും ഡയമണ്ട് റിംഗ് ഒന്നും ചോദിക്കില്ല എന്ന് പറയാണേ. അത് കേൾക്കുമ്പോൾ സച്ചിക്ക് ചെറിയൊരു ആശ്വാസം ആവുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ശ്രുതി എങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ആ നോട്ടം കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. ശ്രുതി ഡയമണ്ട് മോതിരം തരാൻ മാത്രമുള്ള പ്രശ്നമൊന്നും നമുക്കിടയിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. അല്ലെങ്കിലും ശ്രുതി ഇപ്പോൾ എനിക്ക് ഡയമണ്ട് മോതിരം മേടിച്ചു തരുമെന്ന് ചോദിക്കാൻ കേട്ടോ ശ്രുതി. അങ്കിൾ ഇത് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിച്ചും കൊണ്ട് ആ മോതിരം രവിക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടുണ്ട്, എന്തായാലും നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ, അത് തന്നെ മതി. എനിക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുമെന്ന് പറയുമ്പോൾ, വേണ്ട, ഞങ്ങൾ അച്ഛാ ഭക്ഷണം പുറത്തുനിന്ന് കഴിച്ചിട്ടാ വന്നതെന്ന് പറയുകയാണേ. അത് കഴിഞ്ഞ് ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോവാണ്, എനിക്ക് കുറച്ച് ഫീവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങ് പോവാണ് കേട്ടോ. അതിന്റെ പുറകെ പോകുന്ന ശ്രീകാന്തിന്റെ അടുത്ത്, ശ്രീകാന്തെ നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി ശ്രീകാന്തിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞതല്ലേ അവളെ പോയിട്ട് വിളിച്ചോണ്ട് വരരുത്, അവള് ഇഷ്ടത്തിനല്ലേ ഇറങ്ങിപ്പോയത്, പോയ പോലെ തന്നെ അവള് തിരികെ വരട്ടെ എന്നല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ നീ എന്തിനാണ് ഡയമണ്ട് റിംഗ് ഒക്കെ ഇട്ടിട്ട് അവളെ കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ നിനക്ക് അവൾ എന്ത് വിലയാടാ തരാന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. ഇനി അവള് ഡയമണ്ട് റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിന്റെ അടുത്ത് അടി ഉണ്ടാക്കും. അതല്ല അമ്മേ, ഇന്ന് വലിയൊരു ഓർഡർ വന്നു എന്നുള്ള കാര്യം പറഞ്ഞില്ലേ, അതിന് ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് കുറച്ച് പണം കിട്ടിയായിരുന്നു. ആ പണം വെച്ചിട്ടാണ് ഞാൻ അവൾക്ക് മോതിരം മേടിച്ചു കൊടുത്തത്. അങ്ങനെ നിനക്ക് പണം കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പണം നീ ഒന്നെങ്കിൽ നിന്റെ കയ്യിൽ വെക്കുകയോ അല്ലെങ്കിൽ അത് എനിക്ക് തരികയോ വേണം. അല്ലാതെ നീ പോയിട്ട് എന്തിനാണ് അവൾക്ക് ഡയമണ്ട് റിംഗ് ഒക്കെ മേടിച്ചു കൊടുത്തത്? ദേഷ്യത്തിലാണ്, ഒന്ന് കൂളാക്കാന്ന് കരുതിയിട്ടാണ് ഞാൻ മേടിച്ചു കൊടുത്തത്. നീ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവള് നിന്റെ തലമേലെ കയറിയിട്ട് ആടാൻ വേണ്ടി തുടങ്ങും. ഞാൻ നിന്റെ അടുത്ത് പോകരുതെന്നല്ലേ പറഞ്ഞത്? നിനക്ക് എന്റെ വാക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ലേ എന്നൊക്കെ ചോദിക്കാണ് കേട്ടോ ശ്രീകാന്തിന്റെ അടുത്ത് ദേഷ്യത്തോടെ. അമ്മ വിളിച്ചതിന് ശേഷം ഞാനും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അമ്മ വിളിച്ചു വെച്ചതിന് ശേഷം രേവതി ചേച്ചി എന്നെ വിളിച്ചു. അവള് നിന്നെ വിളിച്ചോന്ന് ചോദിക്കുമ്പോൾ, ആ വിളിച്ചു അമ്മേ. ഇങ്ങനെ അടിയുണ്ടാക്കിയിട്ട് പിരിഞ്ഞിരിക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് വർഷയും കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രേവതി ചേച്ചി അഡ്വൈസ് ചെയ്തു.
രേവതിയും അതുപോലെ തന്നെ വർഷയും തമ്മിൽ അടിയല്ലേ? അതൊക്കെ അങ്ങനെ തന്നെയാണ് അമ്മേ. പക്ഷെ എന്നോടുള്ള സ്നേഹത്തിന്റെ പുറത്താണ് രേവതി ചേച്ചി അങ്ങനെ പറഞ്ഞത്. അപ്പോ നീ എന്താ ശ്രീകാന്തെ പറഞ്ഞു വരുന്നത് എനിക്ക് നിന്നോട് സ്നേഹമില്ലായിരുന്നോ? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും നിനക്ക് കേൾക്കാൻ വയ്യ? ആ പൂക്കെട്ടതവള് പറഞ്ഞതൊക്കെ നിനക്ക് അതുപോലെ അനുസരിക്കാൻ വേണ്ടി പറ്റുമല്ലേ? അമ്മ എന്തിനാണ് ചേച്ചിയെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നത്? രേവതി ചേച്ചി നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറഞ്ഞെന്നുള്ള കാര്യം ചോദിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് ശ്രീകാന്ത് അങ്ങ് പോവുകയാണ്. രേവതി പറഞ്ഞിട്ടാണ് ശ്രീകാന്ത് വർഷയെ കൂട്ടിക്കൊണ്ടുവന്നെന്നുള്ള കാര്യം അറിഞ്ഞ ഉടനെ തന്നെ പിന്നെ നേരെ രേവതിക്ക് അരികിലേക്കാണോ ചെല്ലുന്നത്. രേവതിക്ക് അരികിൽ എത്തിയ ഉടനെ തന്നെ ചോദിക്കുന്നത്, നീയാണോ ഈ വീട്ടിലെ വല്യവളെന്നുള്ള വിചാരമാണോ നിനക്ക്? ഞാനെന്തിനാ അമ്മ അങ്ങനെ വിചാരിക്കുന്നത്? പിന്നെ നീ എന്തിനാണ് ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞത് വർഷയെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്? അവര് തമ്മിലുള്ള പ്രശ്നം നീണ്ടു പോരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നീ എന്തിനാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നത്? നീ എന്റെ മകനെ അവളുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് കെഞ്ചിപ്പിച്ചു അല്ലേ? എന്റെ മാനം തന്നെ പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ ഭാര്യയെ സമാധാനപ്പെടുത്തുമ്പോ എങ്ങനെയാണ് അമ്മ മാനം പോകുന്നത്? വർഷയും ഈ വീട്ടിലെ മരുമകൾ തന്നെയല്ലേ? അത് ഞാൻ പറയണമെന്നുള്ള കാര്യം ചന്ദ്ര പറയുമ്പോ അത് തന്നെയാണ് അമ്മ ഞാനും പറയുന്നത്. അമ്മ അത് പറയണമെന്ന് വന്ന് നീ എന്നെ ധിക്കരിച്ചിട്ട് ഈ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അമ്മേ. ഞാൻ ന്യായമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈ വീട്ടിൽ ചെയ്യുന്നുള്ളൂ. ഇപ്പൊ എന്തായാലും രണ്ടുപേരും സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. ഇത് നോക്കടി, നീ ഇങ്ങനെ തന്നെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഒറ്റ വിളിയാണ് കേട്ടോ രവി. കൂടെ നമ്മുടെ സച്ചിയുണ്ട്. രേവതി നല്ലൊരു കാര്യമല്ലേ ചെയ്തിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇടയിലുള്ള പ്രശ്നം അവൾ തീർത്ത് വെച്ചു. അതിനും നിനക്ക് എന്തെങ്കിലും ഒരു കുറ്റം പറയണോ? അത് വേറൊന്നും അല്ല അച്ഛൻ. സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ദഹിക്കാൻ വേണ്ടിയിട്ട് സോഡ കുടിക്കും, അല്ലെങ്കിൽ ലെമൺ ടീ കുടിക്കും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുമല്ലോ. അമ്മയ്ക്ക് ഭക്ഷണം ദഹിക്കണമെന്നുണ്ടെങ്കിൽ രേവതിയെ 4 എണ്ണം പറയണം. ഇപ്പൊ നോക്കിക്കോ, അധികം വൈകാതെ അമ്മ ഏമ്പക്കെടുന്നൊക്കെ സച്ചി കളിയാക്കിക്കൊണ്ട് പറയാണ്. രേവതി നീ ഇതൊന്നും കാണുന്നു വേണ്ട കേട്ടോ, ഞാന് പുറത്തു പോയിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് പുറത്തേക്ക് പോവാണ്. അതിന്റെ പുറകെ രേവതിയും പോകുന്നുണ്ട്. അവര് പോയതിന്റെ പുറകെ ചന്ദ്രയും പോകുമ്പോ ചന്ദ്രയെ ഒരു അമ്മായിമ്മയുടെ സ്ഥാനത്ത് നിന്നിട്ട് നീ ചെയ്യേണ്ട കാര്യങ്ങളാണ് രേവതി ചെയ്തു വെച്ചിരിക്കുന്നത്. മക്കളും മരുമക്കളും സന്തോഷമായിട്ടിരിക്കണം. അതിന്റെ ഇടയ്ക്ക് അവര് തമ്മിൽ ഉള്ള പ്രശ്നങ്ങൾ നീ വഷളാക്കാൻ വേണ്ടി നിൽക്കരുത് പോ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രേട്ടൻ അവിടെ നിന്ന് പൊക്കോളാൻ വേണ്ടി പറയാണ്. അത് കഴിഞ്ഞ് രാത്രിയിലാണ് കേട്ടോ കാണിക്കുന്നത്. സച്ചി ഇങ്ങനെ ബെഡൊക്കെ വിരിച്ചിട്ട് അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. രേവതിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് വേണ്ടിയിട്ടുള്ള പാല് ചൂടാക്കിക്കൊണ്ടിരിക്കുവാണ്. അതിനിടയ്ക്ക് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സച്ചിയെ നോക്കിയിട്ട് ഇന്നെന്തായാലും നിന്നെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ ഫോൺ എടുത്തിരിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് അടുക്കളയിലേക്ക് ചെല്ലുന്നത്. രേവതി നീ പാല് തിളപ്പിക്കുകയാണെന്ന് ചോദിക്കുമ്പോ അതെ. എന്താ ശ്രുതി നിനക്ക് പാല് വേണമെന്ന് ചോദിക്കുന്നുണ്ടേ. എനിക്ക് വേണ്ട, ഞാൻ ചോദിച്ചേ ഉള്ളൂ. അല്ല രേവതി നീ ടെറസിൽ തുണി എന്തെങ്കിലും എടുക്കാനുണ്ടോ? ഇല്ലല്ലോ, ഞാൻ മൊത്തം എടുത്തല്ലോ എന്ന് രേവതി പറയുമ്പോ അല്ല മഴ വരുന്നത് പോലെയൊക്കെ ഉണ്ട്. ഇനി ഇൻ കേസ് എന്തെങ്കിലും തുണി ഉണ്ടെങ്കിൽ അത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആന്റിയുടെ അടുത്ത് വെറുതെ നിനക്ക് ചീത്തയേക്കാം. ആണല്ലേ, ഞാനെന്തായാലും ശ്രുതി ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും നനഞ്ഞു കിടന്നു കഴിഞ്ഞാൽ അമ്മ ചീത്ത പറയും. നീ ഈ പാലൊന്ന് നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് രേവതി തുണി എന്തെങ്കിലും മുകളിലുണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പോവാണ്. രേവതി പോയ തക്കം നോക്കിയിട്ട് ആ പാലിനകത്ത് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പൊടി കലക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. പൊടി കലക്കി കഴിയുമ്പോഴേക്കും രേവതി ആണെങ്കിൽ ടെറസിൽ പോയി നോക്കിയിട്ട് വരുവാണേ. ശ്രുതി നീ എന്ത് പണിയാ കാണിച്ചെന്നുള്ള കാര്യം രേവതി ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ടെൻഷൻ ആവാണ് കേട്ടോ. ഇൻ കേസ് ഇനിയിപ്പോ പാലിനകത്ത് പൊടി കലക്കുന്നത് അവള് കണ്ടോ എന്നുള്ള കാര്യം. എന്താ രേവതി എന്ന് ഭയങ്കര ടെൻഷനോട് കൂടിയിട്ട് ശ്രുതി ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞതല്ലേ ടെറസിൽ തുണിയൊന്നും ഇല്ല എന്ന്. തുണിയൊന്നും ഇല്ലാത്ത എന്നെ ചുമ്മാ വെറുതെ അവിടെ കയറ്റി ഇറക്കി. ഞാൻ നിനക്ക് വെറുതെ വഴക്ക് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ശ്രുതി വേഗം റൂമിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. ആണെങ്കിൽ പാലൊക്കെ തണച്ചിട്ട് സച്ചിക്ക് കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. രേവതി നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞെന്ന് ചോദിക്കുമ്പോ അതെല്ലാം കഴിഞ്ഞു. സച്ചിയേട്ടൻ ഈ പാല് കുടിക്ക്, ദിവസവും നീ ഈ പാല് എടുത്തോണ്ട് വരുന്നു. പിന്നെ നാൾ മുഴുവൻ നിങ്ങൾ നിന്നിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ശരീരത്തിന് ക്ഷീണമൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഇത് കുടിച്ചേ പറ്റുള്ളൂ. ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് വേറൊരു മരുന്ന് കുടിക്കുന്നതായിരിക്കും നല്ലത്. അതെ, മരുന്നല്ല, വിഷമാണ്. ഓരോ ദിവസം കൂടുന്നോറും ശരീരം കെടുത്തുന്ന വിഷം. അത് രേവതി ഒരളവിൽ കുടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. സച്ചേട്ടൻ എപ്പോഴാണ് ആ അളവൊക്കെ അറിയാൻ വേണ്ടി തുടങ്ങിയത്? ഇപ്പോ കുറച്ചു നാളായിട്ട് ആ ശീലങ്ങളൊന്നും ഇല്ലാത്തതാണ്. മര്യാദയ്ക്ക് പാല് കുടിക്കാൻ വേണ്ടി നോക്കിയെന്ന് പറഞ്ഞിട്ട് രേവതി നിർബന്ധിച്ചിട്ട് പാല് കുടിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പാല് മേടിച്ചിട്ട് സച്ചിയാണെങ്കിൽ അവിടെ വെക്കുവാണേ. ഇതെന്താ കുടിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ചൂട് തടഞ്ഞിട്ട് കുടിക്കാം, രേവതി ഇവിടെ ഇരിക്കേ. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ സച്ചി പാല് കുടിച്ചോ എന്നുള്ള കാര്യം അറിയണല്ലോ, അതിനിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരും ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണേ. രേവതി അവിടെ ഇരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട് പ്രശ്നമൊക്കെ എന്തായി എന്ന്. ഏത് പ്രശ്നം? അല്ല ശ്രീകാന്തിന്റെയും വർഷന്റെയും പ്രശ്നമൊക്കെ അവസാനിച്ചല്ലോ. അവളെ സമാധാനിപ്പിച്ചിട്ടല്ലേ ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. അല്ലെങ്കിലും ശരി തന്നെയാണ്. ഡയമണ്ട് റിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഏത് പെണ്ണാണ് സമാധാനപരമാവാത്തത്? അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? പെണ്ണുങ്ങള് സ്വർണത്തിനും ആഭരണങ്ങൾക്കും കൊതിക്കുന്നവരാണ് എന്നാണോ? അതുകൊണ്ടല്ലേ അവള് പിണക്കം മാറിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്? അതുകൊണ്ടൊന്നും അല്ല. ഒരു പെണ്ണിന്റെ അടുത്ത് ഹസ്ബൻഡ് സ്നേഹത്തോടു കൂടി നടന്നാൽ മാത്രം മതി. അതുകൊണ്ടാണല്ലോ ശ്രീകാന്ത് പോയി വിളിച്ച സമയത്ത് വർഷ അവളുടെ കൂടെ ഇങ്ങോട്ട് വന്നത്. ഭർത്താവ് സ്നേഹത്തോടു കൂടിയിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, അതിനു മുമ്പില് സ്വർണ്ണോ അതുപോലെ ഡയമണ്ടോ ഒന്നും അല്ലാതാക്കും. ഇവര് സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്, പാല് കുടിച്ച് ഉറങ്ങാതെ രണ്ടും കൂടി ചേർന്നിട്ട് നാട്ടുകഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവക്ക് ഫോൺ എടുത്തിട്ട് വേണമല്ലോ ഉറങ്ങാൻ വേണ്ടിയിട്ട്.
അതിന് വേണ്ടിയിട്ടാണല്ലോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും പെണ്ണുങ്ങളെ വിശ്വസിച്ചിട്ടാണല്ലോ സ്വർണ്ണക്കടയൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു നഷ്ടം വരാൻ വേണ്ടി പോകുന്നില്ലല്ലോ. എന്നാൽ ആണുങ്ങളെ വിശ്വസിച്ചിട്ടാണല്ലോ ബാർ നടത്തുന്നത്. ഉടനെ തന്നെ അവിടെ വന്ന് നിൽക്കുന്ന സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്, രേവതി നീ പറഞ്ഞില്ലേ ഭർത്താവ് സ്നേഹത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വർണത്തിന്റെ ആവശ്യമില്ല എന്ന്. അതുപോലെ തന്നെ ഭാര്യമാര് സ്നേഹത്തോടെ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഭർത്താക്കന്മാർക്ക് ബാറിൽ പോകേണ്ട കാര്യമില്ല. അപ്പോ നിങ്ങളെടുത്ത് ഞാൻ സ്നേഹത്തോട് കൂടിയിട്ട് പെരുമാറാറില്ല, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബാറിൽ പോകുന്നത്? ഇല്ല ഞാൻ അതിനിപ്പോ അവിടെ പോവാറേ ഇല്ലല്ലോ. അതിന്റെ അർത്ഥം എന്താണ്? എന്റെ ഭാര്യ എന്നോട് ഭയങ്കര സ്നേഹമുള്ളവളാണെന്ന്. എങ്കിലേ സച്ചേട്ടൻ ആ പാലെടുത്ത് കുടിച്ചേനെ. പറഞ്ഞവർക്ക് മനസ്സിലാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി പാലെടുക്കുന്നത് പാതി എടുത്ത് കുടിച്ചതിന് ശേഷം ബാക്കി പാതി രേവതിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സച്ചിയെ മാത്രം ഉറക്കണം എന്നാണല്ലോ വിചാരിച്ചത്. ഇപ്പൊ രേവതിയും കൂടി ഉറങ്ങുമ്പോൾ അവർക്ക് കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ. അതിന്റെ സന്തോഷം ശ്രുതിയുടെ മുഖത്തുണ്ട്. പാല് കുടിച്ചതിന് ശേഷം രണ്ടുപേരും കുറച്ചു നേരം സംസാരിക്കുകയും അത് കഴിഞ്ഞ് രേവതി ഇങ്ങനെ അടുത്ത് പാട്ട് പാടാനൊക്കെ പറയുമ്പോൾ രേവതി പാട്ടൊക്കെ പാടി കൊടുക്കുന്നുണ്ട്. രേവതിയുടെ പാട്ട് കേട്ടുകൊണ്ട് സച്ചി അങ്ങ് മയങ്ങുവാണ്. അതിനുശേഷം രേവതിയും കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. ഇത് നല്ല സമയമാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ അരികിലേക്ക് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ചന്ദ്ര വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരുന്നത്. ശ്രുതി എന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ വിളിയാണ്. ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും ചന്ദ്ര വയ്ക്കുന്നുണ്ട്, അല്ല ശ്രുതി നീ എന്താ ഇതുവരെ ഉറങ്ങിയില്ലേന്ന്? ഇല്ല ആന്റി എനിക്ക് ഉറക്കം വന്നില്ല. ഭക്ഷണം കഴിച്ചതില് എന്തോ ഒരു ഡൈജഷൻ പ്രോബ്ലം പോലെ വയറിന്. അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കാന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. പോയി നോക്കുന്ന സമയത്ത് ചായപ്പൊടി കണ്ടില്ല. അത് രേവതിയുടെ അടുത്ത് എവിടെയാന്നുള്ള കാര്യം ചോദിക്കാന്ന് വിചാരിച്ച് വന്നതാണ്. നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു. അവക്കൊക്കെ നല്ല ഉറക്കം ഉണ്ടാവും. ദിവസം മുഴുവൻ പൂ കെട്ടുന്നു, നന്നായിട്ട് സമ്പാദിക്കുന്നു. അതുപോലത്തേന് അവൾ അവളുടെ വീട്ടിലും കൊണ്ടേ കൊടുക്കുന്നു സമ്പാദിച്ചത്. അവൾക്കൊക്കെ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി പറ്റും. എന്നാ എനിക്കാണ് ഉറക്കമില്ലാത്തത്. അങ്ങനെ ചന്ദ്രയുടെ കത്തി നീണ്ടു പോകുന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രുതി പറയുന്നുണ്ട്, ആന്റി എനിക്ക് ഉറക്കം വരുന്നു എന്ന്. അല്ല ശ്രുതി നീയല്ലേ പറഞ്ഞത് ഇപ്പൊ ഉറക്കം വരുന്നില്ല എന്ന്? ഞാൻ ആന്റി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പൊ ഒരു സുഖം പോലെ തോന്നുന്നു. ഇപ്പോ എനിക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ. ശ്രുതി ഉറങ്ങാൻ വേണ്ടി പോയല്ലോ. വെള്ളം എടുത്തിട്ട് ചന്ദ്രയും മുറിയിലേക്ക് അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും പുറത്തേക്ക് ഇറങ്ങുവാണ് കേട്ടോ ശ്രുതി ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട്. ഫോൺ എടുക്കാൻ വേണ്ടി അങ്ങ് പോകുമ്പോഴേക്കും പുറകുന്ന് ശ്രുതിയുടെ ഷോൾഡറിൽ ഒരാൾ പിടിക്കുകയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ അത് ശ്രുതിയാണ്. ശ്രുതി വേഗം ശ്രുതി അങ്ങ് പൊക്കി എടുത്തിട്ട് അങ്ങ് കൊണ്ടുപോവാണ്. ശ്രുതി എന്നെ ഒന്ന് താഴെ നിർത്ത്, ഇത് ഹോളാണെന്ന് പറയുന്നുണ്ട്. നീ ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നോ? പിന്നെ ഇപ്പൊ എന്താണ് പുറത്തു വന്നത്? ഞാൻ ഉറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. നല്ലൊരു സ്വപ്നം വന്നു. സ്വപ്നത്തില് നമ്മൾ രണ്ടുപേരും പാരീസിൽ ഇരിക്കുന്നതൊക്കെയാ കണ്ടത്. ഈഫിൾ ടവറിന് മുമ്പിൽ നമ്മൾ നിന്ന് ഡാൻസ് ചെയ്യുന്നതൊക്കെ. നേരത്തെ എന്താ ഇംഗ്ലീഷ് പടത്തിന്റെ വല്ല മൂവി പാട്ടെന്തെങ്കിലും കേട്ടിട്ടുണ്ടായിരുന്നു ഉറങ്ങുന്നതിന് മുമ്പ്? ഇതുപോലത്തെ സ്വപ്നങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ശ്രുതി നീ ഒന്ന് വാ, നമ്മള് സ്വപ്നത്തില് റൊമാൻസ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോളിലാണുള്ളത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം, നീ മുറിയിലേക്ക് വാ. ഞാൻ വരുന്നില്ല, കുറച്ചു നേരം നടന്നതിന് ശേഷം ഞാൻ വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചു നേരം സംസാരിച്ചിരിക്കാം എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ട് വലിച്ച് റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോകാണ് കേട്ടോ ശ്രുതിയെ. അതോട് കൂടിയിട്ട് ശ്രുതിയുടെ ആ പ്ലാൻ അങ്ങ് ഫെയിൽ ആവുകയാണ്. പിറ്റേ ദിവസമാണ് കേട്ടോ. ശ്രുതി ഷോറൂമിൽ അങ്ങ് നിൽക്കുകയാണ്. സ്റ്റാഫിന്റെ അടുത്ത് പറയുന്നുണ്ട്, വരുന്ന കസ്റ്റമേഴ്സിന്റെ അടുത്തൊക്കെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അവര് ഒരുപാട് സാധനം മേടിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാനെന്നൊക്കെ. ശരി സാർ എന്ന് പറയുമ്പോഴേക്കും ഒരു 5-6 ആൾക്കാർ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഇതാ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്, എല്ലാവരും ഹാൻഡിൽ ചെയ്യാനൊക്കെ പറയാണ്. ആ 4-5 പേരുടെ പുറകിലാണ് നമ്മുടെ ശ്രുതിയുടെ ബോഡി ഗാർഡ് ഉണ്ടല്ലോ, അവനും ഉണ്ട് കേട്ടോ കൂടെ. സാർ കസ്റ്റമർ അല്ല, സാറിന്റെ ബോഡി ഗാർഡാണ് വരുന്നത്. അതിന് അവനെ ഞാൻ ഓൾറെഡി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാണല്ലോ. വന്ന ഉടനെ തന്നെ അതിലുള്ള ഒരാൾ ചോദിക്കുന്നുണ്ട്, ആരാണ് ഇവിടുത്തെ ഓണർ എന്ന്. ഞാനാണെന്ന് ശ്രുതി പറയുമ്പോൾ എന്തിനാണ് എന്റെ ബ്രദറിനെ അടിച്ചെന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളെ വിശ്വസിച്ചിട്ടല്ലേ ഇവിടെ അവൻ ജോലിക്ക് നിന്നത്, എന്നിട്ട് ഇങ്ങനെയാണ് അവനെ ഉപദ്രവിക്കുന്നത്. ഇത് കേട്ട് ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിച്ചിട്ടില്ല, എന്റെ അനിയനാണ് അടിച്ചതെന്ന് പറയുകയാണേ. അതെല്ലാം ഒരുപോലെ തന്നെയാണ്. അവന് തലയ്ക്ക് അടിയിട്ടിട്ട് ഹോസ്പിറ്റൽ ചെലവ് ഇപ്പം തന്നെ 50,000 രൂപയായി. അതിന് മാത്രം കെട്ടിടാൻ മാത്രം ഒന്നും പറ്റിയില്ലല്ലോ. അവൻ നല്ലപോലെയല്ല എഴുന്നേറ്റ് പോയെന്നൊക്കെ ശ്രുതി ചോദിക്കുന്നുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവന്റെ തലയിൽ നന്നായി അടിപെട്ടിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് പോലീസിന് കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി പോവാണ്. പോലീസോ എന്ന് ചോദിക്കുമ്പോൾ പിന്നല്ലാതെ ഞങ്ങളുടെ വീട്ടിലെ പയ്യനെ അടിച്ചിട്ട് ഞങ്ങൾ അതെല്ലാം കണ്ടിട്ട് ചുമ്മാ ഇരിക്കണോ? പോലീസ് ഇപ്പൊ വരും. എന്തിനാ നിങ്ങൾ പോലീസിനെയൊക്കെ വിളിക്കുന്നത്? അവൻ ബലശാലിയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനെ ജോലിക്ക് എടുത്തത്. എന്നാ ഒറ്റ അടി കൊണ്ട് തന്നെ അവൻ വീണു. ഞാൻ പ്രതീക്ഷിക്കാതെ അടി വീണത് കൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റാതിരുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്ന് പറയുമ്പോ നീ കുറെ ഉണ്ടാക്കിയതാ. നീ അടികൊണ്ടിട്ട് കുഞ്ഞുങ്ങളെ പോലെ കിടന്ന് കരയില്ലായിരുന്നോ? ഹലോ, വിരട്ടലൊന്നും വേണ്ട. അവൻ ഇത്രയും വലുതായിട്ടുണ്ടെങ്കിലും കുഞ്ഞു മനസ്സ്. അവനെ ഇതുവരെ ഞങ്ങൾ അടിച്ചിട്ട് പോലുമില്ല. സെക്യൂരിറ്റി ജോലിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ സാധാരണയായിട്ടുള്ള കാര്യമില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ഹോസ്പിറ്റൽ ചെലവ് ഇപ്പൊ ഞങ്ങൾക്ക് 50,000 ആയിട്ടുണ്ട്. ആ പണം ഞങ്ങൾക്ക് കിട്ടണം. പിന്നെ അവന് നല്ല ഭക്ഷണം കൊടുക്കണം. അതൊക്കെ ഞാൻ ഓൾറെഡി അവന് മേടിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. പണം ഇവിടെ വെച്ചോ, ഇല്ലെങ്കിൽ ഞങ്ങൾ പോലീസിനെ വിളിക്കും. നിങ്ങൾ ജയിലിൽ കിടക്കേണ്ടി വരും. പണം കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ കേസ് പിൻവലിക്കുകയുള്ളൂ. ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ന്യായമായിട്ട് തോന്നുന്നുണ്ടോ? ഞാനിവനെ അടിച്ചിട്ട് പോലും ഇല്ലല്ലോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ
നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരാളല്ലേ അടിച്ചത്, അതുകൊണ്ട് പണം തന്നേ പറ്റുള്ളൂ. കടയിലെ ചെലവിനേക്കാൾ കൂടുതൽ ഞാൻ ഇവന് ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്റെ അനിയനാണെന്നുണ്ടെങ്കിൽ ഒരു ചുള്ളിക്കമ്പ് പോലെയുള്ളൂ, ഇവനാണെങ്കിൽ തടിമാടനെ പോലും. അവന്റെ ഒരടി കൊണ്ടപ്പോഴേക്കും ഇവനാണെങ്കിൽ തറയെ വീണു. സെക്യൂരിറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഇത്രയും നാള് ഇവൻ എന്നെയാണ് കബളിപ്പിച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾ ചുമ്മാ പറയൊന്നും വേണ്ട, അവന് നന്നായിട്ട് മർമ്മമൊക്കെ അറിയാം. അത് അറിഞ്ഞിട്ടാണ് അവൻ എന്നെ അടിച്ചത്, അതൊന്നും എനിക്കറിയില്ല. അവൻ എന്റെ ഞരമ്പ് നോക്കിയിട്ടാണ് അടിച്ചത്. ഇല്ലെങ്കിലുണ്ടല്ലോ നീ ഒന്നും ചെയ്യില്ല. നിന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ പറഞ്ഞാൽ മതി. അതുപോലത്തേന് വന്നിട്ട് കാശും ചോദിക്കുന്നു. കൂടുതൽ സംസാരമൊന്നും വേണ്ട. 50,000 രൂപ തന്നു കഴിഞ്ഞാൽ പ്രശ്നം ഇതോടുകൂടി തീരും. ഇല്ലെങ്കിൽ നിന്നെ പോലീസ് വന്നിട്ട് പൊക്കിക്കോളും. അയ്യോ, അതിന് എന്റെ കയ്യിൽ പണമില്ല. ഇത്രയും വലിയ കട വെച്ചിട്ട് നീ ഞങ്ങളെയാണോ പറ്റിക്കാൻ വേണ്ടി നോക്കുന്നത്? അതിന് ഞാൻ അടിച്ചില്ലെന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞില്ലേ? അങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ലായിരുന്നു. സബ് ഇൻസ്പെക്ടറെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം കേട്ടോ കൂടുതലുള്ള മറ്റൊരുത്തൻ. അയ്യോ, പോലീസിനെ എന്തിനാ നിങ്ങൾ വിളിക്കുന്നതെന്ന് ഭയത്തോട് കൂട്ടിയിട്ട് സ്തുതി ചോദിക്കുമ്പോൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പണം ഇവിടെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതോട് കൂട്ടിയിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് അവസാനിക്കാം, അല്ലെങ്കിൽ പോലീസ് നിന്നെ തൂക്കിയെടുത്ത് അകത്തിടും. ഞാൻ സത്യമായിട്ട് പറയുന്നതാണ്, എന്റെ കയ്യിൽ പണമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ, 50,000 രൂപയുടെ എന്തെങ്കിലും സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. അയ്യോ, ഇതൊന്നും എന്റെ സാധനങ്ങളല്ല, ഞാൻ തന്നെ കമ്മീഷന് വേണ്ടിയിട്ടാണ് വിൽക്കുന്നത്. ഈ സാധനങ്ങളെല്ലാം ഡീലേഴ്സിന്റെയാണ്. ഇവന്റെ അടുത്ത് എന്തായാലും കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാധനങ്ങൾ നമുക്ക് തന്നെ എടുക്കാം. അയ്യോ സാർ, പോലെ പോലെ എന്നൊക്കെ പറഞ്ഞ് പിടിച്ചു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ അവരാണെങ്കിൽ സാധനം എടുക്കാൻ വേണ്ടി പോവുകയാണ്. ബോഡി ഗാർഡിന്റെ അടുത്ത് ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഒന്ന് പറയുന്നത് കേൾക്കുന്നൊക്കെ പറയുമ്പോൾ ഞാൻ ദേഷ്യത്തിലാണുള്ളത്, എന്റെ അടുത്ത് കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പോലെ പിണങ്ങി നിൽക്കുവാണേ. അങ്ങനെ അവർ ചെന്നിട്ട് AC, അതുപോലെ ഫാന്, മിക്സി, അങ്ങനെ കുറെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോവാണേ. എന്തായാലും 50,000 രൂപയിലും കൂടുതൽ സാധനങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് അവർ സന്തോഷത്തോട് കൂടിയിട്ട് എടുത്തോണ്ട് പോകുന്നത്. പോകുന്ന സമയത്ത് ബോഡി ഗാർഡായിട്ട് നിന്ന് അവൻ പറയുന്നുണ്ട്, ഞാൻ പോവാണ് ബോസ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണേ. ഇതെല്ലാം കണ്ടിട്ട് സുധി സ്റ്റാഫിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ എന്താണ് ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് തന്നെയല്ലേ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം. സാർ, അവരെ കണ്ടാൽ തന്നെ അറിയാം അവർ റൗഡികളാണെന്നുള്ള. എന്തായാലും സാർ, സാറ് പറഞ്ഞതുപോലെ തന്നെ ആൾക്കാർ വന്നിട്ട് സാധനങ്ങൾ ഒരുപാട് കൊണ്ടുപോയി. ഒന്ന് പോടാ അവിടെ നിന്ന് പറഞ്ഞിട്ട് സുധി ആകെ കലിപ്പിലാണ് കേട്ടോ നിൽക്കുന്നത്. പോയിട്ട് ജോലി നോക്കടാ എന്ന് പറഞ്ഞിട്ട് രണ്ടെണ്ണത്തിന് അവിടെ നിന്ന് പറഞ്ഞുവിടുവാണ്.